ഹായ്, ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ നീറ്റ് ആസ്പിരൻസിനും ഒരു വലിയ ബിഗ് സർപ്രൈസ് അനൗൺസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് സിനാൻ ആൻഡ് ഐ എം ഫ്രം ഡോപ്പ. നമ്മൾ ഏതൊരു നീറ്റ് ആസ്പിരൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ദ റിയൽ വില്ലൻ ഓഫ് ദി നീറ്റ് എക്സാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഫിസിക്സ്. കാരണം എന്താ? ഫിസിക്സാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ്. ഫിസിക്സാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കിപ്പ് അടിക്കുന്ന സബ്ജക്റ്റ്. ബയോളജിയും കെമിസ്ട്രിയും പഠിക്കുന്ന പോലെയല്ല ഏത് പഠിക്കേണ്ടതടാ ഫിസിക്സ് പഠിക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും അറിയാം ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എങ്ങനെ പഠിക്കണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? NCERT സിലബസിൻ്റെ പക്ക കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് NCERT ബാക്ക് എക്സസൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? MCQ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫിസിക്സിൽ 100% ഫിസിക്സിൽ മാക്സിമം മാർക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നീറ്റ് എഴുതാൻ പോകുന്ന 100-ൽ 98% കുട്ടികളും NCERT ബാക്ക് എക്സസൈസ് ചെയ്യാതെ ആണ് പോകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫിസിക്സ് NCERT ബയോളജിനെ പോലെയോ കെമിസ്ട്രീനെ പോലെയോ നമ്മൾ എന്ത് ചെയ്യാറില്ല? ബുക്കൊന്നും തുറക്കൽ പോലെ ഇല്ല. ചിലവരൊന്നും ബുക്ക് വാങ്ങിയിട്ട് തന്നെ ഇല്ല അല്ലേ? അപ്പം ഫിസിക്സ് NCERTനെ എങ്ങനെ നേരിടണം അല്ലേ? ഫിസിക്സിലെ എക്സാമ്പിൾ പ്രോബ്ലംസ് നിങ്ങൾ അതിൽ തിയറി വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് മസ്റ്റായിട്ട് പഠിക്കണം? എക്സാമ്പിൾ പ്രോബ്ലംസും എക്സസൈസ് പ്രോബ്ലംസും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും ഇതുപോലെ ഫിസിക്സിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഡോപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ NCERT സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് NCERTയിലെ ഫിസിക്സ് NCERTയിലെ ബാക്ക് എക്സസൈസ്, എക്സാമ്പിളർ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ലൈവായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാൻ പോവാണ്. അത് MCQ രൂപത്തിലല്ലേ? നമ്മൾ ഫിസിക്സ് NCERT തുറന്നു നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ എത്രയാണ്? ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫൊക്കെ ഉണ്ടാവും അല്ലേ? അതിനെ നീറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള, നീറ്റ് എക്സാമിന് ഏതൊക്കെ രീതിയിൽ ചോദിക്കും, ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏതൊക്കെ രീതിയിൽ ചോദിക്കും, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് NCERT എക്സസൈസും എക്സാമ്പിൾ പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലൈവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതും MCQ രൂപത്തിൽ. ഓക്കെ, അപ്പം ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആ അലാം ബട്ടൺ എന്ത് ചെയ്യണം? ഓൺ ആക്കി വെക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് വിത്ത് ഡോപ്പ.